ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നിപ്പോൾ നമുക്കൊരു ചേന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേനയും കൊണ്ട് ഇന്ന് നമ്മൾ ചേന ഇറശ്ശേരി അതുപോലെ ചേന പുഴുങ്ങാനുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 7 കിലോ ഉള്ളിടത്തോളം 7 കിലോ ഉള്ള ഒരു ചേനയാണ് കിട്ടിയിരിക്കുന്നത്. അതിന്ന് കട്ട് ചെയ്ത് നമുക്ക് റെഡിയാക്കി ഇറശ്ശേരിക്കും പുഴുങ്ങാനും എടുക്കാം. വാ, നല്ല അടിപൊളി ചേനയാണ് കേട്ടോ. ഇട്ടുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചൊറിയാതിരിക്കും. ചില ആൾക്കാർക്ക് ചേന ചെത്തുമ്പോൾ കൈയൊക്കെ ചൊറിയും. അതിന് പകരം നമ്മളൊരു ഗ്ലൗസ് ഇടുവാണെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ ഉണ്ടാകാതിരിക്കും. ഈ ചേനയ്ക്ക് മുള വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് നടാനും ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊരു 10 ചുവടുകളും നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഗാർഡൻ സ്ഥലത്തുനിന്ന് കിട്ടിയതാണ്. പുള്ളിക്ക് 150 ചുവടുകളും പുള്ളി കൃഷി ചെയ്തിട്ടുണ്ട്. ഇറശ്ശേരിക്ക് ഇങ്ങനെ കൊത്തി അരിഞ്ഞാണ് ഇറശ്ശേരി വെക്കാൻ വേണ്ടി എടുക്കുന്നത്. കപ്പയൊക്കെ കൊത്തി അരിയുന്ന പോലെ ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ ഇറശ്ശേരി വെക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇറശ്ശേരിക്കുള്ള തേങ്ങ അല്പം തിരണ്ടി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ തേങ്ങ തിരണ്ടി എടുക്കുകയാണ്. നമുക്കിവിടെ തേങ്ങയും കിട്ടും കേട്ടോ. നമുക്ക് 1 സ്പൂണ് ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് എടുക്കണം. നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം അല്പം മുളക് പൊടി, കരിയാപ്പില, അതുപോലെ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നമ്മൾ വേവിച്ചതാണ്. ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത തേങ്ങയും ജീരകവും കൂടെ നമ്മൾ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കടുക് താളിച്ച് ഇടുന്നുണ്ട്. കടുകും അതുപോലെ തന്നെ തേങ്ങ വറുത്തും നമ്മൾ ഇടാറുണ്ട്. തേങ്ങ വറുത്തിടുവാണെങ്കിൽ നല്ല രുചി കിട്ടുന്നതായിരിക്കും. വറുത്ത് ചേർക്കാനുള്ള തേങ്ങയും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ നമ്മൾ ജീരകം കൂട്ടി അരച്ചതാണ്. നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്ത തേങ്ങയാണിത്, ജീരകം കൂട്ടി. ഇത് നമുക്ക് നമ്മുടെ ചേനയിലേക്ക് ആഡ് ചെയ്യാം. തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് കടുക് താളിച്ച് ഇടാം. അതിനുവേണ്ടി ഞാനിവിടെ പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ നല്ല ഐസായിട്ട് ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. എണ്ണ ചൂടായി വന്ന് നമുക്ക് അതിലേക്ക് കടുക് ഇടാം. 2 ചെറിയ സ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കരിയാപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർക്കാവുന്നതാണ്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം, മിക്സ് ചെയ്യാം. നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ തേങ്ങ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങയൊക്കെ വറുത്ത് ചേർത്ത് കഴിക്കുക. ചിലർ തേങ്ങ വറുത്ത് ചേർക്കാറില്ല. കടുകും ഈ പറഞ്ഞ പോലെ കരിയാപ്പിലയും വറ്റൽമുളകും താളിച്ച് ഇടാറുള്ളൂ. പക്ഷേ ഞാനിന്നിവിടെ ചെയ്യുന്നത് തേങ്ങയും കൂടെ വറുത്തിട്ട് നല്ല അടിപൊളി ഒരു ചേന ഇറശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തേങ്ങ വറുത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു പൊടിക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ഇറശ്ശേരിക്കകത്ത് ആഡ് ചെയ്യാം. നമുക്ക് താളിച്ച് വെച്ചത് നമ്മുടെ ഇറശ്ശേരിയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം തന്നെ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒരു സ്മെല്ല്. നമുക്കിതിലേക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചേന ഇറശ്ശേരി ഉണ്ടാക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.